റൈറ്റ് വേ ടു അപ്ലൈ പെർഫ്യൂം. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം എത്ര വിലമതിക്കുന്നതാണെങ്കിലും 100 രൂപയുടേതാണെങ്കിലും 500 രൂപയുടേതാണെങ്കിലും 5000 50,000 രൂപയുടേതാണെങ്കിലും തന്നെ ഈ പറയാൻ പോകുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് അത്രമാത്രം എഫക്റ്റീവ് ആയിരിക്കില്ല. നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം തന്നെ ഇത് കാരണം സംഭവിച്ചേക്കാം. സോ ഓരോ ആണുങ്ങളും പെർഫ്യൂം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട 6 റൂൾസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്, ഒരു പെർഫ്യൂം ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ക്ലോത്തിലേക്ക്, അതായത് ഷർട്ടിലേക്കും ബനിയനിലേക്കും ഒന്നും അടിക്കാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത്തരത്തിൽ പെർഫ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു പെർഫ്യൂം ആയിരിക്കും അടിക്കുന്നത്. അത് നമ്മളുടെ തുണി ഇഴകളുടെ കുറച്ചുകൂടി ഡെപ്തിലേക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ല് എന്നുള്ളത് പോയിട്ടുണ്ടാവും. ദെൻ കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും പെർഫ്യൂം യൂസ് ചെയ്യും. ദെൻ അതിൻ്റെ ആ ഒരു സ്മെല്ലും അതിൻ്റെ ആ ഒരു വാസനയും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ ആ ഒരു സെയിം തുണി ഇഴകളിൽ തന്നെ ഉണ്ടായേക്കാം. ദെൻ അതിനുശേഷം നമ്മൾ ഈ നമ്മളുടെ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിറ്റർജൻറ്റിൻ്റെ ആ ഒരു സ്മെല്ല് കൂടി നമ്മളുടെ ഈ കോസ്റ്റ്യൂംസിൽ നമ്മളുടെ ഡ്രസ്സിൽ വരും. സോ ഇങ്ങനെ ആവുന്ന സമയത്ത് ഇത് മൂന്നും കൂടി ആവുന്ന സമയത്ത് ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും അത് ഒരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെ വർക്ക് ചെയ്തേക്കാം. അതായത് ഇത് കാരണം നമ്മൾ വിചാരിക്കുന്ന സ്മെല്ല് തന്നെ നമുക്ക് കിട്ടാതായിട്ട് വരും. ഇത് മൂന്നും കൂടി കലർന്നുള്ള ഒരു സ്മെല്ലായിരിക്കും ചിലപ്പോൾ കിട്ടുക. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് മാത്രമല്ലാതെ നമ്മൾ ഇത്തരത്തിൽ വൈറ്റ് കളർ ഡ്രസ്സസിലൊക്കെയാണ് ഈ പെർഫ്യൂം അടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരുപാട് സ്റ്റെയിൻസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതായത് കറകളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് വസ്ത്രങ്ങളിൽ. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും പെർഫ്യൂം നമ്മളുടെ കോസ്റ്റ്യൂം, നമ്മളുടെ വസ്ത്രത്തിലേക്ക് അടിക്കാതിരിക്കുക. അതിനു പകരം നമ്മളുടെ ശരീരത്തിൻ്റെ ചില പാർട്സ് ഉണ്ട്. സോ ആ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് മാത്രം സ്പ്രേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇതിൽ എവിടെയൊക്കെയാണ് ഞാൻ കറക്റ്റായിട്ട് സ്പ്രേ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 2 സ്പ്രേ നമ്മളുടെ കഴുത്തിൻ്റെ ഈ കീഴ്ഭാഗത്തായിട്ട് സ്പ്രേ ചെയ്യുക. അതുപോലെ ഇതുപോലെ ഇതൊക്കെ കാരണം നമ്മളുടെ പൾസ് പോയിന്റ്സ് ആണ്. 2 സ്പ്രേ ഇവിടെയും അതുപോലെ ഒരു സ്പ്രേ എന്നുള്ളത് നമ്മളുടെ ഈ 2 കൈകളുടെയും പൾസ് പോയിന്റിലും അതുപോലെ കഴുത്തിൻ്റെ പിന്നിലുമായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മാത്രമല്ലാതെ രണ്ടാമതായിട്ട് നമ്മൾ എത്രമാത്രം പെർഫ്യൂം അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതും വളരെയധികം പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ളതിൻ്റെ കുറവ് അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല, കൂടുതലും അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. സോ എല്ലാത്തിനും ഒരു മൈന്യൂട്ടായിട്ടുള്ള, ഇത് എല്ലാത്തിനും നടുവിൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള ലൈൻ മാത്രമാണ് ഒരു ഡിഫറൻസ് ആയിട്ട് ഉണ്ടാവുക. സോ നമുക്ക് ആവശ്യമായിട്ടുള്ളതിൻ്റെ കുറവ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോലും വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷേ നല്ല ഒരു മണം വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് സംതിങ് ഈ ഒരു ഫീലിംഗ് നമ്മൾ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. സോ അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക. എത്രമാത്രം അപ്ലൈ ചെയ്യണം എന്നുള്ളതും പറയാം. ഇത് പ്രത്യേകം പറയാനായിട്ട് കാരണം നമ്മൾ എത്ര തന്നെ പെർഫ്യൂം അപ്ലൈ ചെയ്താലും ചിലപ്പോഴൊന്നും നമുക്കിത് അപ്ലൈ ചെയ്ത ആ ഒരു ഫീല് തന്നെ ലഭിച്ചെന്ന് വരില്ല. പക്ഷേ നമ്മളുടെ ചുറ്റിലുമുള്ളവർക്ക് നമുക്കുള്ള ഫീലായിരിക്കില്ല അവർക്ക് ഉണ്ടാവുക. ചിലപ്പോൾ അവർക്ക് നമ്മളുടെ ഈ ഒരു ഓവർ അപ്ലിക്കേഷൻ കാരണം തല പോലും വേദനിച്ചെന്ന് വരാം. ഇനി നിങ്ങൾ വളരെ ഹാർഡായിട്ടുള്ള പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 2 സ്പ്രേ ഒക്കെ തന്നെ മതിയാവും. ഞാൻ ആദ്യം പറഞ്ഞത് കുറച്ച് മൈൽഡ് ആയിട്ടുള്ള, അതായത് ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഈ ഒരു ബിയർഡോ വിസ്കി സ്മോക്ക് എന്നുള്ള പെർഫ്യൂം കുറച്ച് മൈൽഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പെർഫ്യൂം ആയതുകൊണ്ടാണ്. ഇനി ഇതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ള പെർഫ്യൂം ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂമിനനുസരിച്ച് നമുക്ക് അതിൻ്റെ സ്മെല്ല് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവുമല്ലോ. സോ ഹാർഡായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ 2 സ്പ്രേ മാത്രം നമ്മളുടെ നെക്ക് പോർഷനിൽ ചെയ്യുക. പക്ഷേ ഇത് നമ്മൾ നെക്ക് പോർഷനിൽ തന്നെ അപ്ലൈ ചെയ്യണമെന്നുമില്ല. നെക്ക് പോർഷനിൽ അപ്ലൈ ചെയ്യാം, നമ്മളുടെ ഈ കൈഭാഗത്ത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ, അതുപോലെ കഴുത്തിൻ്റെ പിന്നിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാം. കാരണം ഇതൊക്കെയാണ് നമ്മളുടെ പൾസ് പോയിന്റ്സ്. സോ പേഴ്സണലി എൻ്റെ കാര്യത്തിലും ഞാൻ ഈ പോർഷൻസിലൊക്കെയാണ് പെർഫ്യൂം അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഭൂരിഭാഗം പേരും എന്താണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആം ബിറ്റ്സ്, അതായത് ഈ അക്കിളിൻ്റെ ഭാഗത്തൊക്കെ പെർഫ്യൂം ചെയ്യും. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്വെറ്റ്
ഉണ്ടാവുമല്ലോ, അതായത് വിയർപ്പ്. സോ അതിൻ്റെ ആ ഒരു വിയർപ്പിൻ്റെ ആ ഒരു സ്മെല്ലും നമ്മളുടെ ഈ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ലും എല്ലാം കൂടിയിട്ട് ഒരു വളരെ ബാഡ് ആയിട്ടുള്ള ഒരു സ്മെല്ല് അതിന് ശേഷം പിന്നീട് ഉണ്ടാവാനായിട്ട് ആരംഭിക്കും. മാത്രമല്ല ഇത് രണ്ടും കൂടി മിക്സ് ആവുന്ന സമയത്ത് പല ബാക്ടീരിയാസ് ഉണ്ടാവാനും ചിലപ്പോൾ സ്കിൻ ഇൻഫെക്ഷൻ ഒക്കെ പലപ്പോഴും ഉണ്ടാവാനും ഒക്കെ പലർക്കും കാരണമായേക്കാം. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന വിസ്കി സ്മോക്ക് എന്നുള്ള ഈ ഒരു പെർഫ്യൂമിനെ പറ്റി കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ലാസ്റ്റ് ഒരു 4 to 5 months ആയിട്ടാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്നത്. ശരിക്കും വളരെ അമേസിങ് സ്മെല്ലാണ് എന്ന് തന്നെ പറയാം. മാത്രമല്ലാതെ ഇതിൻ്റെ ഡ്യൂറേഷനും അടിപൊളിയാണ്. അതായത് ഒരുപാട് നേരത്തേക്ക് ഇതിൻ്റെ ഡ്യൂറേഷനും ഉണ്ടായിരിക്കും. മാത്രമല്ലാതെ ഞാൻ മറ്റ് പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കിയതിൽ നിന്ന് ബിയർഡോയുടെ ഈ ഒരു വിസ്കി സ്മോക്ക് എന്നുള്ള പെർഫ്യൂമിന് വളരെ വേറിട്ട ഒരു സുഗന്ധം തന്നെ ഫീൽ ചെയ്തു. ഈ ബിയർഡോ എന്നുള്ള ബ്രാൻഡിൻ്റെ അംബാസിഡർ നമ്മളുടെ യാഷാണ്, അതായത് KGF മൂവി ആക്ടർ. ശരിക്കും ഇതിൻ്റെ കോസ്റ്റ് ആണെങ്കിൽ പോലും എല്ലാവർക്കും അഫോർഡ് ചെയ്യുന്ന രീതിയിലാണ്. 499, 500 സംതിങ് ആ ഒരു കോസ്റ്റിലാണ് ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒരു എക്സ്പെൻസീവ് ഫീല് തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. സോ നിങ്ങളും എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്ലസ് ഇതിൻ്റെ സുഗന്ധം എന്നുള്ളത് ഇൻ്റർനാഷണലി പോലും ഒരു വിപണിയിൽ എത്താത്ത ഒരു മൈന്യൂട്ട് ലെവൽ ഓഫ് ഫ്രേഗ്രൻസ് ആണ്, അല്ലെങ്കിൽ ഒരു മൈന്യൂട്ട് ലെവൽ ഓഫ് സുഗന്ധമാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ദെൻ അടുത്തത്, നമ്മളിൽ പലരും ഇത്തരത്തിൽ അടുത്തൊക്കെ കൊണ്ടുവന്നിട്ടായിരിക്കും സ്പ്രേ ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ ചെയ്യാതെ കുറച്ച് ദൂരെ വെച്ച് സ്പ്രേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ അടുത്ത് വെച്ച് സ്പ്രേ ചെയ്യുന്ന സമയത്ത് ആ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള പോർഷനിലേക്ക് മാത്രമായിരിക്കും ഈ ഒരു സ്പ്രേ എന്നുള്ളത്, പെർഫ്യൂം എന്നുള്ളത് സ്പ്രെഡ് ആവുക. പക്ഷെ നമ്മൾ കുറച്ച് ലെങ്ത്തിൽ വെച്ച് സ്പ്രേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടുതൽ പോർഷനിലേക്കും സ്പ്രെഡ് ആവുന്നതായിരിക്കും. ഇനി പെർഫ്യൂം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുളിച്ച്, അതായത് ഷവറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ ശരീരം നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നല്ല ഒരു എഫക്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇത് മാത്രമല്ലാതെ ഒരുപാട് പേര് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പെർഫ്യൂം അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ റബ്ബൊക്കെ ചെയ്യുന്നതായിരിക്കും. അതായത് എല്ലാവിടെയും സ്പ്രെഡ് ആവട്ടെ, നല്ല രീതിയിൽ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. ഇനി അടുത്തത്, നമ്മൾ ഏത് ഒക്കേഷനിലാണോ പോകുന്നത് അതിനനുസരിച്ചുള്ള പെർഫ്യൂംസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പോൾ മാരേജ് ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ അതിനൊന്ന്, അതുപോലെ നൈറ്റൊക്കെ പാർട്ടിക്ക് മറ്റുമൊക്കെ പോവുകയാണെങ്കിൽ അതിനൊന്ന്. അത്തരത്തിൽ നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പെർഫ്യൂം, വളരെ മൈൽഡ് ആയിട്ടുള്ള പെർഫ്യൂം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അങ്ങനെ ആവുന്ന സമയത്ത് ഒരു 4-5 പെർഫ്യൂമൊക്കെ ആവശ്യമായിട്ട് വരുമല്ലോ. സോ ഇനി ഇതൊന്നും അല്ല, എനിക്ക് ഒരു പെർഫ്യൂമേ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതെല്ലാത്തിനും യൂസ് ചെയ്യാവുന്നത് പോലുള്ള നമ്മളുടെ വിസ്കി സ്മോക്ക് ബിയർഡോടെ ഈ ഒരു പെർഫ്യൂം തന്നെ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പെർഫ്യൂം തന്നെ നിങ്ങൾക്കും കൂടി യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഒരുപാട് പേർക്കുള്ള ഒരു മിത്ത് കൂടി ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണ്, മോർ ഈസ് മോർ എന്ന കോൺസെപ്റ്റ്. അതായത് നമ്മൾ കൂടുതൽ പെർഫ്യൂം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതൊരു മിത്താണ്. ഇതിന് പകരം, ആകർഷിക്കുന്നതിന് പകരം അകറ്റുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അതിനനുസരിച്ചുള്ള പെർഫ്യൂം, നമ്മളുടെ പെർഫ്യൂം ഏതാണോ അതിനനുസരിച്ച് മാത്രം സ്പ്രേ ചെയ്യുക. അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള പോർഷൻസിൽ മാത്രമേ സ്പ്രേ ചെയ്യുക. സോ എനിവേ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. നമ്മളുടെ ബിയർഡോ വിസ്കി സ്മോക്ക് പെർഫ്യൂമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ളവർ തീർച്ചയായും പർച്ചേസ് ചെയ്ത് നോക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.